ഒന്നിലധികം മുന്നണികളിൽ ഒരേ സമയം യുദ്ധം പ്രഖ്യാപിച്ച് ലോകത്തിനു മുന്നിൽ അഹങ്കാരം കാണിച്ച ഇസ്രയേൽ സൈന്യം ഇന്ന് സ്വന്തം പാളയത്തിൽ തന്നെ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗാസയിലും ലെബനനിലും സിറിയയിലുമെല്ലാം തുടരുന്ന അധിനിവേശങ്ങൾ ഇസ്രയേൽ സൈനികരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും ഭയത്തിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ്. യുദ്ധക്കളത്തിൽ നിന്നുള്ള കൊടും ക്രൂരതകളുടെയും പരാജയങ്ങളുടെയും തിരിച്ചടി താങ്ങാനാവാതെ ഇസ്രയേൽ സൈനികർക്കിടയിൽ ആത്മഹത്യകൾ ആശങ്കാജനകമാംവിധം വർദ്ധിച്ചുവരുന്നതായി പ്രമുഖ ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രമുഖ ഇസ്രയേലി പത്രമായ ഹാരറ്റ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സമീപ ആഴ്ചകളിൽ മാത്രം 10 സൈനികരാണ് സ്വയം ജീവനൊടുക്കിയത്. ഒരു മാസം മാത്രം കുറഞ്ഞത് 6 സജീവ സൈനികരും 3 റിസർവ് സൈനികരും ആത്മഹത്യ ചെയ്തപ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥരും ജീവനൊടുക്കിയവരുടെ കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്കാണ് ഇപ്പോൾ ഇസ്രയേൽ സൈന്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗാസയിലെയും ലെബനനിലെയും മനുഷ്യത്വരഹിതമായ വംശഹത്യകളിൽ പങ്കാളികളായ സൈനികർ നേരിടുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറാണ് ഈ കൂട്ട ആത്മഹത്യകൾക്ക് പ്രധാന കാരണം. യുദ്ധഭൂമിയിലെ ഭീകരതയും തങ്ങൾ ചെയ്തുകൂട്ടിയ ക്രൂരതകളും വേട്ടയാടാൻ തുടങ്ങിയതോടെ സൈനികരുടെ മാനസിക നില പൂർണ്ണമായും തകരാറിലായി. ഒരിക്കൽ യുദ്ധമുഖത്തേക്ക് പോയവർ ആരും തന്നെ പഴയ മാനസികാവസ്ഥയിലല്ല തിരിച്ചെത്തുന്നതെന്ന് ഇസ്രയേലി കുടുംബങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അണികൾക്കുള്ളിൽ മാനസികാരോഗ്യ പ്രതിസന്ധി ഇത്രയും രൂക്ഷമായിട്ടും ഇസ്രയേൽ സൈന്യം ഇവർക്ക് നൽകിവന്ന സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. സൈനികരുടെ മാനസിക നില പരിശോധിക്കുന്നതിനുള്ള നിർബന്ധിത സൈക്കോളജിക്കൽ പരിശോധനകൾ ഇസ്രയേൽ സൈന്യം റദ്ദാക്കി. യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ കോടിക്കണക്കിന് ഡോളർ ചിലവഴിക്കുന്ന ഭരണകൂടം തങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ പണം ലാഭിക്കുകയാണെന്ന് സൈനികർ തന്നെ പരസ്യമായി കുറ്റപ്പെടുത്തുന്നു. ഇസ്രയേലിലെ ജനങ്ങൾക്കിടയിൽ നടത്തിയ പുതിയ വോട്ടെടുപ്പുകൾ പ്രകാരം ഭൂരിഭാഗം ഇസ്രയേലി കുടിയേറ്റക്കാരും തങ്ങളുടെ സൈന്യം എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടതായി വിശ്വസിക്കുന്നു. ഹമാസ് ഉൾപ്പെടെയുള്ള ചെറുത്തുനീപ്പ് പ്രസ്ഥാനങ്ങളെ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല. 2023 ഒക്ടോബർ മുതൽ ആരംഭിച്ച ഒരു പോരാട്ടത്തിലും സൈന്യത്തിന് വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇസ്രയേലിന്റെ പൊതുപ്രക്ഷേപകരായ കാൻ നടത്തിയ സർവേയിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത്. ലെബനൻ അതിർത്തിയിലും വെസ്റ്റ് ബാങ്കിലും സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് യാതൊരുവിധ മാനസിക പിന്തുണയും ലഭിക്കുന്നില്ല. യുദ്ധക്കളത്തിൽ അനുഭവിക്കുന്ന കൊടും ദുരിതങ്ങൾക്കൊടുവിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന സൈനികരെ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെപ്പോലും കാണിക്കാതെയാണ് സൈന്യം വീട്ടിലേക്ക് വിടുന്നത്. രക്തസ്രാവമുള്ള പ്രധാന ധമനിയിൽ ഒരു ചെറിയ ബാൻഡെയ്ഡ് ഒട്ടിക്കുന്നതുപോലെയാണ് സൈന്യത്തിന്റെ ഇപ്പോഴത്തെ നടപടികളെന്ന് സൈനികർ പരിഹസിക്കുന്നു. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ സൈന്യത്തിന് കനത്ത ആൾനാശമാണ് നേരിടേണ്ടിവരുന്നത്. ഹിസ്ബുള്ള പോരാളികളുടെ ശക്തമായ പ്രത്യാഘാതത്തിൽ നിരവധി ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഈയിടെ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രയേലിന്റെ സൈനിക കോൺട്രാക്ടർ കൊല്ലപ്പെട്ടത് ഇതിന് തെളിവാണ്. ശക്തമായ ചെറുത്തുനിൽപ്പിനു മുന്നിൽ പിടിച്ചുനിൽക്കാനാവാതെ ഇസ്രയേൽ സൈന്യം പകച്ചുനിൽക്കുകയാണ്. സൈന്യത്തിന്റെ തുടർച്ചയായ പരാജയങ്ങൾ ഇസ്രയേലി സമൂഹത്തിനുള്ളിൽ വലിയ ഭീതിയാണുണ്ടാക്കിയിരിക്കുന്നത്. തങ്ങളെ സംരക്ഷിക്കാൻ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന് കഴിയില്ലെന്ന് കുടിയേറ്റക്കാർ തിരിച്ചറിഞ്ഞുകഴിഞ്ഞു. തുടർച്ചയായ വ്യോമാക്രമണ ഭീഷണികളും സാമ്പത്തിക തകർച്ചയും ജനങ്ങളുടെ ഇടയിൽ ഭരണകൂടത്തിനെതിരെയുള്ള രോഷം ഇരട്ടിയാക്കി. ഗാസയിലെ സാധാരണ ജനങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയതിൽ ഇസ്രയേൽ സൈനികരിൽ ചിലർ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഒടുവിൽ ആ പാപഭാരം അവരുടെ തന്നെ മാനസിക നില തെറ്റിക്കുകയാണുണ്ടായത്. യുദ്ധത്തിൽ പരിക്കേൽക്കാത്ത സൈനികൾ പോലും ഇന്ന് മാനസികമായി തകർന്നു കഴിഞ്ഞുവെന്ന് ഒരു സൈനികന്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഇസ്രയേൽ സൈന്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ തുറന്നുകാട്ടുന്നതാണ്. പുറമേ വലിയ സൈനിക ശക്തിയെന്ന് വീമ്പിയളക്കുമ്പോഴും അകമേ ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം സൈനികരുടെ ജീവനുപോലും പുല്ലുവില കൽപ്പിക്കുന്ന ഭരണകൂടത്തിന്റെ ക്രൂരതയ്ക്ക് ഇരയാകുന്നത് അവരുടെ സ്വന്തം പൗരന്മാർ തന്നെയാണ്. ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ജയിക്കാമെന്ന ഇസ്രയേൽ ഭരണകൂടത്തിന്റെ അഹങ്കാരത്തിന് കാലം നൽകിയ തിരിച്ചടിയാണ് ഇസ്രയേൽ സൈന്യത്തിൽ ഇന്ന് കാണുന്ന ഈ കൂട്ടത്തകർച്ച.